ഇനി സംസ്ഥാനത്ത് മഴക്കാലമാണ്. വെള്ളക്കെട്ടും പരിസര ശുചിത്വവുമില്ലാത്തതുമൊക്കെ പല വിധത്തിലുള്ള പകർച്ചവ്യാധികൾ ഉണ്ടാകാൻ കാരണമാകും. ഇക്കാലത്ത് നമ്മൾ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില രോഗങ്ങളാണ് ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തവുമൊക്കെ. സംസ്ഥാനത്ത് എലിപ്പനി മൂലം ആശുപത്രികളിലെത്തുന്നവരുടെ എണ്ണം കൂടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ലെപ്റ്റോസ്പൈറ ജനുസിൽപ്പെട്ട ഒരിനം സ്പൈറോകീറ്റ മനുഷ്യരിൽ ഉണ്ടാക്കുന്ന ഒരു ജന്തുജന്യ രോഗമാണ് എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ്. എലികളുടെ മൂത്രത്തിലൂടെയാണ് രോഗാണുക്കൾ പുറത്തുവരുന്നത്. എലികൾക്ക് പുറമെ അണ്ണാൻ, പശു, ആട്, നായ എന്നിവരുടെ മൂത്രം, വിസർജ്യം മുതലായവ കലർന്ന വെള്ളവുമായി സമ്പർക്കം വരുന്നവർക്കും ഈ രോഗമുണ്ടാകാം. തൊലിയിലുണ്ടാകുന്ന മുറിവുകളിൽ കൂടിയോ കണ്ണ്, മൂക്ക്, വായ വഴിയോ രോഗാണു മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഇതിന്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പെട്ടെന്നുണ്ടാകുന്ന ശക്തമായ പനിയും പനിയോടൊപ്പം ചിലപ്പോൾ വിറയലും ഉണ്ടാകാം. കഠിനമായ തലവേദന, നടുവേദന, കണ്ണിന് ചുവപ്പ് നിറം, ത്വക്കിനും കണ്ണുകൾക്കും മഞ്ഞ നിറമുണ്ടാവുക എന്നീ രോഗലക്ഷണങ്ങളാണ് ഇതിനുണ്ടാവുന്നത്. ശരീരത്തിലെ ആന്തരികാവയവങ്ങളായ കരൾ, ശ്വാസകോശം, വൃക്കകൾ, ഹൃദയം എന്നിവയെ ബാധിക്കുമ്പോഴാണ് എലിപ്പനി മാരകമാകുന്നത്. ഇനി പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുട്ടികളെ കുളിപ്പിക്കാൻ അനുവദിക്കരുത്. വെള്ളത്തിലിറങ്ങിയാൽ കൈയും കാലും സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകേണ്ടതാണ്. എലിപ്പനിയുടെ പ്രാരംഭ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ തന്നെ ആരോഗ്യ വിദഗ്ധരുമായി ബന്ധപ്പെടേണ്ടതാണ്. യാതൊരു കാരണവശാലും സ്വയം ചികിത്സിക്കാൻ പാടില്ല.